ഹായ് ഫ്രണ്ട്സ്, ഗാർഡൻ ഓഫ് വിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഏവിയറിൽ ഞാൻ രാവിലെ വന്നിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. നമ്മുടെ ജാവകളിൽ ഒരാളാണ് ഗ്രില്ലിൽ ഇരിക്കുന്നത്. ആക്ച്വലി ഈ ഓപ്പൺ ഏവിയറി നമ്മളിപ്പോൾ ടെറസ് ഏവിയറി രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെപ്പറേഷനിലാണ് ഈ ജാവകളെയും തൊട്ടപ്പുറത്ത് ആഫ്രിക്കൻസിനെയൊക്കെ നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഓപ്പണായിട്ട് ഈ ഗാർഡൻ ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് ഏത് ബേഡിനെ വിടുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ജാവേരി ഫിഞ്ചസിനൊക്കെ വിടാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഫിഞ്ചസ് വളരെ ചെറിയ ബേർഡ് ആയതുകൊണ്ട് അത് ഇടയിലൊക്കെ കയറി പോകുമെന്നുള്ള ടെൻഷൻ കാരണം നമ്മളത് ചെയ്തില്ല. എല്ലാത്തിനെയും ആ കൂട്ടി തന്നെ ഇട്ടു. ഇപ്പം ഒരു ജാവ മാത്രം ഒരുത്തരെ ഞാൻ പുറത്താക്കിയതാണ്. കാരണം നമുക്ക് 5 ജാവകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം 3 ഉള്ളൂ. ഒരാൾ ചത്തുപോയി, ഒരാളെ എലി പിടിച്ചു. അങ്ങനെ 2 നമുക്ക് പോയി. അവസാനം ഈ 3 പേരിൽ ആ മുകളിലിരിക്കുന്ന ആ ബ്ലാക്കും അകത്തിരിക്കുന്ന സിൽവറും ആയിരുന്നു പെയറായി മുട്ടയിട്ട് 5 മുട്ടയൊക്കെ ആയിട്ട് ഇരുന്നത്. അവസാനം വിരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സിൽവർ, എനിക്ക് തോന്നുന്നു അതിൻ്റെ വേറൊരു സിൽവറും കൂടെ ഉണ്ടല്ലോ. 3 പേരിൽ 3ാമത്തെ ആൾ എനിക്ക് തോന്നുന്നു അത് ആ കുഞ്ഞുങ്ങളെല്ലാം കലത്തിൽ നിന്ന് എടുത്ത് പുറത്ത് കളഞ്ഞു. ആ വിരിഞ്ഞ് അന്ന് തന്നെ കളഞ്ഞു. അപ്പം ഇവർ 3ആയിട്ട് കിടന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ആ ബ്ലാക്കിനെ മാത്രം പുറത്താക്കി. അപ്പം ഒറ്റയ്ക്കാണ് വെളിയിൽ. അപ്പോൾ ഞാൻ അതിനൊരു പെയർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചപ്പം ഈ അടുത്തുള്ള കടകളിലൊന്നുമില്ല. അപ്പോൾ ഇനി കുറച്ച് ദൂരെ പോകണം. അത് ഈ മാസമൊന്നും എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. അങ്ങനെ ഞാൻ പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്തത് അവനെ പുറത്താക്കിയിട്ട് ഇപ്പോൾ 2 ദിവസമായി. അവൻ കുഴപ്പമില്ല. പക്ഷെ അവരെപ്പോഴും വേറെ കമ്പനി ഇല്ലാത്തതുകൊണ്ട് ആ കൂടിൻ്റെ മണ്ടയിൽ തന്നെ വന്നിരിക്കും. ആ സിൽവറും എപ്പോഴും പഴയ പെയറും ഇങ്ങനെ അടുത്തടുത്ത് വന്നിരിക്കും. പക്ഷേ ആ സിൽവർ ഇപ്പോൾ മറ്റ് സിൽവറുമായിട്ട് പെയറായി വരുന്നുണ്ട്. ഇവിടെ ആംബുലൻസിൻ്റെ സൗണ്ട് കാരണമാണ് ഞാനൊന്ന് പൗസാക്കിയത്. അങ്ങനെ ഇപ്പം ഇവൻ മാത്രമാണ് വെളിയിൽ കിടക്കുന്നത്. പക്ഷെ അവൻ കുഴപ്പമില്ലാണ്ട് കിടക്കുമെന്ന്. പിന്നെ വേറെ എലിയൊന്നും ഇതുവരെ കയറി കണ്ടതുമില്ല ഇവിടെ. എന്തായാലും എലിക്കണി ഞാൻ വെച്ചിട്ടുണ്ട്. നോക്കാം, നമുക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ. അവരിലെ ജാവ എനിക്ക് തോന്നുന്നു പ്ലാന്റ്സ് അധികം നശിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറച്ചൊക്കെ കടിച്ചെന്നൊക്കെ വരും, അത് വലിയ കാര്യമല്ല. പിന്നെ നമ്മുടെ ഒരു കുട്ടി അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാടകൾ കിടപ്പുണ്ട്. ഇതുവരെ മുട്ടയൊന്നും ഇട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇവർ ഈ ആംബുലൻസിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടിക്കും. ഇവിടെയാണെങ്കിൽ ഒരു ദിവസം മിനിമം 20 ആംബുലൻസെങ്കിലും ഇതുവഴി പാസ് ചെയ്യും. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ഇതുവഴി മെഡിക്കൽ കോളേജിലേക്ക് ഒരു ആംബുലൻസ് പോകുന്നൊരു വഴിയാണ്. തിരക്ക് കുറഞ്ഞൊരു ഏരിയ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും അവർ പേടിക്കുന്ന കാരണം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവർ മുട്ടയിടാത്തത്. അപ്പം ഞാൻ വീണ്ടും ഒന്ന് നമ്മളെ പെടകളെല്ലാം കൂടി വേറൊരു കുറച്ചും കൂടി ഒതുങ്ങിയ സ്ഥലത്തേക്ക് മാറ്റി നോക്കാം. അവിടെ ഒരു ആഴ്ച വെച്ച് നോക്കാം എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗാർഡനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവറൊക്കെ ചെയ്ത് നല്ല രസമില്ലേ? ഇവിടെ വരുമ്പോഴേ ടെറസിൽ വരുമ്പോഴേ ഭയങ്കര ഒരു പോസിറ്റീവും ഭയങ്കര സന്തോഷമാണ്. എനിക്കിവിടെ ഇരുന്ന എത്ര സമയം പോയാലും അറിയില്ല. ഇവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് അങ്ങോട്ട് ഇരുന്ന് ബേർഡ്സിനെയൊക്കെ വാച്ച് ചെയ്ത് അവരെ കുരുത്തക്കേടൊക്കെ നോക്കിയിരിക്കും. ബോറടിക്കുകയില്ല. അപ്പം എൻ്റെ ഈ ഏവിയറി സെറ്റപ്പ് അത്യാവശ്യം മോശമല്ലാണ്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നു ഇതിലേക്ക് തന്നെ ഇനി വാങ്ങിക്കുന്ന ജാവകളെയും ഈ വലിയ ഏവിയറിയിൽ തുറന്നു വിടാം. അതേപോലെ തന്നെ കുറച്ച് വേറെ 1-2 ബേർഡ്സിനെ ഞാൻ നോക്കി വയ്ക്കും. പക്ഷെ അവർ ഇപ്പം കിട്ടാനില്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 2 മെയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പെയറായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ നമ്മളെ കോഴിക്കുട്ടന്മാരൊക്കെ ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നു. പിന്നെ നമ്മൾ ഇവരാരും ഇതുവരെ മുട്ടയൊന്നും ഇടേ പെയർ തന്നെ. പക്ഷേ ഓരോ കൂടും കലങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. ബജീസും കുഴപ്പമില്ല. ബജീസ് അവ എപ്പോഴും അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ മറ്റവന്മാരുടെ കൂട്ടി കയറി അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഇപ്പം എല്ലാം തൊണ്ടും എടുത്ത് വിളയിൽ കളയും. അവരുടെ ചകിരിയൊക്കെ ഇപ്പോൾ എടുത്ത് വിളയിൽ കളയും. ഇതാണ് ഇവരുടെ പരിപാടി. അതുകൊണ്ട് തന്നെ ഇവിടെ ശരിയായി വരുമെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ കരിങ്കോഴിക്കുട്ടന്മാർ എനിക്ക് തോന്നുന്നു ഒരു പൂവനും ബാക്കിയെല്ലാം പെടയെന്നൊക്കെ പറഞ്ഞാണ് വാങ്ങിച്ചത്. ഇതുവരെ എനിക്കെല്ലാം കണ്ടിട്ട് പെടയായിട്ടാണ് തോന്നിയത്. ഇതിലാരും പൂവാനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നോക്കാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവരെ സെപ്പറേറ്റ് ചെയ്ത് ഒരു കൂട്ടിൽ ആ തൊട്ടപ്പുറത്തുള്ളതിലോട്ടും കൂടെ മാറ്റിയിടണം. ഇതിപ്പോൾ 6 പേര് ഒരിടത്ത് കിടക്കുകയാണ്. അപ്പം കുറച്ചുകൂടെ സ്പേസ് കിട്ടുമല്ലോ.
പിന്നെ നമ്മൾ വിത്ത് പാകിയ ഇതെല്ലാം കിളിച്ച് വരുന്നുണ്ട്. ഇത് പെറ്റൂണിയാണ് പാകിയത്. എനിക്ക് പെറ്റൂണി പ്രാന്ത് കുറച്ച് കൂടുതലാണ്. വേറെ കളർ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് പാകിയിരിക്കുന്നതാണ്. അവർ കിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബാക്കി എന്തൊക്കെയാണെന്നറിയില്ല, എല്ലാം കിളിച്ച്. പക്ഷേ എല്ലാം ഞാൻ നടന്നത് ഏകദേശം കിളിച്ച് വരും വിത്ത്. പക്ഷേ റീപോർട്ട് ചെയ്യുമ്പോഴാണ് പണിയിട്ടുള്ളത്. ഏതെങ്കിലുമൊക്കെ പോവും, മിക്കവാറും കിട്ടാറില്ല ഇളക്കി നടപ്പോൾ. നോക്കണം ഈ പ്രാവശ്യമെങ്കിലും ശരിയാക്കിയെടുക്കുക. പിന്നെ കുഞ്ഞ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഹാങ്ങിങ് ഒക്കെ ചെയ്തു. ടൾട്ടിൽ വൈനും ഈ പ്ലാന്റിൻ്റെ പേരെങ്കിൽ ഒരു യെല്ലോ കളർ ഫ്ലവർ പൂക്കുന്നതാണ്. ഈ സൈഡിലും ഓപ്പോസിറ്റ് അവിടെ ഒരു 3 ഗേറ്റിൻ്റെ അവിടെ, പിന്നെ ആ ഗാർഡൻ്റെ ആ 2 ഇങ്ങനെ കുറച്ച് ഹാങ്ങിങ് കൂടെ ചെയ്ത്. പിന്നെ നമ്മളിത് വാങ്ങിച്ച 10 മണിയാണ്, ഒന്നും പറയില്ല. ഇതിനകത്ത് ഫുള്ളും ചെറിയ പ്രാണിയുണ്ടല്ലോ, നമ്മൾ ഈ പയർ ചെടിയിലൊക്കെ വരുന്ന ചോര ഊറ്റി കുടിക്കുന്ന ഒരു സംഭവം, അത് കയറി കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുകയാണ്. ഇത് എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെ നമ്മൾ തക്കാളിയൊക്കെ പിടിച്ച് അത്യാവശ്യം കുറച്ച് വലുതായിയൊക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടെ വെയിൽ വേണം തക്കാളിക്ക് എനിക്ക് തോന്നുന്നു. അപ്പം പിന്നീട് ഇനി അടുത്ത സെറ്റ് എനിക്ക് തോന്നുന്നു ഞാൻ വേറെ കുറച്ചും കൂടെ നല്ല സ്ഥലം നോക്കി തക്കാളി നടണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതിൽ കിടക്കുന്ന ഫിഞ്ചസുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. എനിക്ക് കണ്ടിട്ട് ഇവർ 3 ആണുങ്ങളാണെന്ന് തോന്നുന്നു, മെയിൽസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ 3 ആകെ 3 പേരാണ് കിടക്കുന്ന ഫിഞ്ചസ്. ഇനിയിപ്പം ഞാൻ വിചാരിക്കുന്നു 3 ഫീമെയിലിനും കൂടെ വാങ്ങിച്ചിടേണ്ടി വരും. ഓറഞ്ച് ചുണ്ടാണ് ഫീമെയിലും, റെഡ് മെയിലും. ഇത് കണ്ടിട്ട് 3 ഒരേപോലെ എനിക്ക് തോന്നുന്നു. അറിഞ്ഞൂടാ, ഡൗട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ വാങ്ങിച്ചിടേണ്ടി വരും. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്. പിന്നെ പണ്ട് നമ്മൾ ഗാർഡൻ ഈ ഏവിയർ സെറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. അതൊരു 15-16ഓളം. എങ്ങനെ ഈ ടെറസിൽ ഞാൻ ഏവിയറിയിലേക്ക് കൊണ്ടുവന്നെന്ന് ഓരോ സ്റ്റെപ്പായിട്ട് ഓരോ എനിക്ക് ആഴ്ചയിൽ ഓരോ വീഡിയോസ് കണ്ടെങ്കിൽ അന്ന് എടുത്ത് വെച്ചതാണ്. അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും അതൊക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, വീണ്ടും കാണുന്നവരെ ബൈ.